മോനെ ഗിരി, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് എന്റെ ഭാര്യയുടെ സഹോദരന്റെ മോനായിട്ടേ അല്ല, എന്റെ സ്വന്തം മോനായിട്ടാ. അല്ല, അതിനൊക്കെ അറിയോ? അമ്മാവന് എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ എല്ലാം മറന്ന് അമ്മ എന്നോട് ക്ഷമിച്ചത്. എടാ, ആദ്യം നിന്നോടും പാറുന്നോടും എനിക്ക് ദേഷ്യവും വെറുപ്പും തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം നിങ്ങളെ ഞാൻ അത്രയും മാത്രം സ്നേഹിച്ചതാ. എടാ, നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് ആദ്യമേ എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ തന്നെ നിങ്ങളുടെ കല്യാണം വളരെ മാന്യമായിട്ടും ഗംഭീരമായിട്ടും നടത്തി തന്നെ. പാറു പേടിക്കണ്ട. അമ്മാവ് സത്യാവസ്ഥ അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. സത്യാവസ്ഥ അറിഞ്ഞ അമ്മാവ് സമ്മതിക്കും. നിങ്ങൾ പക്ഷേ എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ചു. എടാ, പെട്ടെന്ന് അതെനിക്ക് സഹിക്കാനായില്ല. അതുകൊണ്ടാ ഞാൻ അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത്. അതൊന്നും നീ എന്നോട് ഇനി പറയണ്ട മക്കളെ. അതോർത്ത് നീ വിഷമിക്കുകയും വേണ്ട. എടാ മോനെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോഴേ സത്യം പറയാമെങ്കിൽ നിന്നോടുള്ള സ്നേഹം എനിക്ക് കൂടിയിരിക്കുക. നീ എന്റെ പൊന്നുമോളുടെ ഭർത്താവല്ലേ? പടനിലത്ത് പത്മനാഭന്റെ മരുമകനാണ് നീ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രത്യേക സ്നേഹവും കൂടി ഇപ്പൊ നിന്നോട് എനിക്കുണ്ട്. എടാ മക്കളെ, എന്റെ മോളെ നീ പൊന്നുപോലെ നോയിക്കോണം കേട്ടാ. ആരും കുറവും വരില്ല. അത് മതി, എനിക്കിത് കേട്ടാ മതി. അല്ല മോനെ, നിന്റെ വിവാഹം കഴിച്ചു. ഇനി നിന്റെ അനീതിമാർക്കും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. എടാ, നിന്റെ 4 അനീതിമാരെയും കുറിച്ച് ഓർത്ത് നീ ഇനി വിഷമിക്കേ വേണ്ട. എടാ, അവരുടെ ജീവിതം കൂടെ ഭദ്രമാക്കാനുള്ള ചില പദ്ധതികള് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് അമ്മ എനിക്ക് കഥ പറഞ്ഞായിരുന്നു. കഥയൊക്കെ പറഞ്ഞു തരാം, പക്ഷെ ഇത് മുഴുവൻ കഴിക്കണം. അതൊക്കെ ഞാൻ കഴിച്ചോളാം. ആദ്യം കഥ പറ. പറയാം. ഒരിടത്തൊരിടത്ത് ഒരു രാജകുമാരനുണ്ടായിരുന്നു. രാജകുമാരന് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. എന്നാൽ രാജാവിന് ഏറ്റവും ഇഷ്ടം ഇളയ പുത്രനായ ഈ രാജകുമാരനോടായിരുന്നു. കാരണം ഈ രാജകുമാരൻ ദൈവതുല്യനും നല്ലവനുമായിരുന്നു. അതുകൊണ്ടാണ് രാജാവ് ഇളയ രാജകുമാരനെ വളരെയധികം സ്നേഹിച്ചത്. ഒരു ദിവസം അവരുടെ പിതാവായ രാജാവ് മരിച്ചുപോയി. അയ്യോ, രാജാവ് മരിച്ചുപോയോ? എന്നിട്ട് രാജാവ് മരിച്ചപ്പോ അനന്തരാവകാശി ആരായിരിക്കും എന്നുള്ളൊരു ചർച്ച കൊട്ടാരത്തിലുണ്ടായി. രാജാവിന് താല്പര്യം ഇളയ രാജകുമാരനെ രാജാവായി വാഴിക്കാനായിരുന്നു. എന്നാൽ ഇളയ രാജകുമാരനെ ഇഷ്ടമല്ലാത്ത ജ്യേഷ്ഠന്മാര് ഇളയ രാജകുമാരനെ ഒഴിവാക്കി സിംഹാസനം കൈയടക്കി രാജാവിന്റെ സ്ഥാനം ഏറ്റെടുത്തു. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. രാജാവിന്റെ സ്ഥാനം ഏറ്റെടുക്കുക മാത്രമല്ല ജ്യേഷ്ഠന്മാര് ചെയ്തത്. അവരാ സ്ഥാനത്ത് കയറിയ അന്ന് മുതല് രാജകുമാരനെ ഒരുപാട് ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും തുടങ്ങി. രാജകുമാരൻ നല്ല രാജകുമാരനല്ലേ? പിന്നെന്തിനാ ചേട്ടന്മാര് ആ രാജകുമാരനെ ദ്രോഹിക്കുന്നേ? എന്തിനാ വേദനിപ്പിക്കുന്നേ? ജ്യേഷ്ഠന്മാര് അത്രയ്ക്ക് ദുഷ്ടന്മാരാ മോനെ. അപ്പൊ ഈ രാജകുമാരനെ ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ആര് രക്ഷിക്കും? രാജകുമാരൻ എങ്ങനെ രക്ഷപ്പെടും? രാജകുമാരനെ രക്ഷിക്കണമെങ്കിൽ, രാജകുമാരന്റെ കഷ്ടപ്പാടുകൾ തീരണമെങ്കിൽ ദൈവം ഒരു രാജകുമാരി അയക്കണം. അവൾക്ക് രാജകുമാരനെ രക്ഷിക്കാൻ മാത്രം ശക്തി ഉണ്ടായിരിക്കണം. ഇനി ആ രാജകുമാരി വന്നാൽ മാത്രമേ രാജകുമാരന് നല്ല കാലം വരികയുള്ളൂ. എന്നാ രാജകുമാരി വരുന്നേ? രാജകുമാരി വരുവോ? വരും. എന്നെങ്കിലും ഒരു നാള് അങ്ങനെ ഒരു രാജകുമാരി വരിക തന്നെ ചെയ്യും.
അയ്യോ അയ്യോ അമ്മ എന്തിനാ കരയുന്നേ? കരയണ്ട അമ്മ, കരയണ്ട കേട്ടോ. ശരി അമ്മ. പോട്ടെ അപ്പച്ചി. ശരി അപ്പച്ചി. പോയിട്ട് വരാവേ. ശരി അപ്പച്ചി. പോട്ടെ അമ്മ. ഹാപ്പി ആയിരിക്കണം. വരാം. പോയിട്ട് വരാം അപ്പച്ചി. പോയിട്ടു അമ്മനെ. ടാറ്റാ അപ്പച്ചി. എന്തെല്ലാം കാട്ടിക്കുട്ടലുകളാ അവനും അവളും കൂടി ഇവിടെ കാണിച്ചു കൂടിയത്. ആ, അതെല്ലാം സമ്മതിച്ച് അച്ഛൻ ഒന്നും മിണ്ടാതെ നിന്നില്ലേ?